ഈ ചെടി പ്രത്യേകിച്ച് പേര് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഇതാണ് ടെർമിനാലിയ എന്ന വിളിപ്പേരുള്ള മനോഹരമായ സസ്യം. വീടിൻ്റെ വശങ്ങളിൽ മുൻവശത്തൊക്കെ ഈ അലങ്കാര ചെടി വെച്ച് പിടിപ്പിക്കാൻ പറ്റും. ഒരു ചെടിക്ക് ഏതാണ്ട് 75 രൂപ മുതൽ മുകളിലോട്ടാണ് വില വരുന്നത് നഴ്സറികളിൽ. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും ഇതൊരു തണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കുത്തി വെച്ചാൽ തന്നെ ഇത് കിളുക്കും. വളരെ ചെറിയ തണ്ടായിരിക്കണം കേട്ടോ, ഇളം തണ്ടുകളെ വെക്കാവുള്ളൂ. ഇതുണ്ടോ, ഇതുപോലത്തെ തണ്ടുകൾ, അല്ല മൂത്ത തണ്ടുകളൊന്നും വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും. ഇതുപോലുള്ള ഭാഗങ്ങൾ കത്രിക ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് നമ്മുടെ ചട്ടികളിലേക്കൊന്ന് കുത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, ആശാൻ പിടിച്ചോളും. വെറുതെ നമ്മൾ ഒരു പണം കളയേണ്ട ആവശ്യമില്ല. ഇനി ഒരു കാര്യം കൂടെ ഓർക്കുക, ഇത് 1-2 എണ്ണം വെച്ചിട്ടൊരു ഭംഗിയില്ല, ഒരു ഗുമ്മില്ല. അടുപ്പിച്ച് ഒരു 10-25 എണ്ണം ഒരുമിച്ചങ്ങ് വെക്കണം ഒരു നിരയിൽ. അപ്പം നമുക്കൊരു മതിൽ പോലെയൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ടെർമിനാലിയ നമ്മുടെ നേഴ്സറികളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിന് വളപ്രയോഗം എന്ന് പറയുന്നത് ജൈവവളത്തിനെയാണ് നമ്മൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നത്. ജൈവവളം നൽകിയാൽ മതിയാവും. പിന്നെ നമ്മുടെ ഈ സൂപ്പർ മീലൊക്കെ ഇല്ലേ, അതായത് നേഴ്സറികളിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന അപ്ടെക് അതുപോലുള്ള കമ്പനികൾ, ഞാൻ ഒരു കമ്പനിയും പ്രൊമോട്ട് ചെയ്യുന്നതല്ല, കമ്പനികളുടെ സൂപ്പർ മീലെന്നും പറഞ്ഞിട്ട് അതിൽ ഈ പറഞ്ഞ ജൈവവളം എല്ലാം കൃത്യമായിട്ട് ചേർത്തിട്ടുണ്ടാവും. അത് വാങ്ങി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഫിഷ് അമിനോ ചേർത്ത വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത്, ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പച്ച നിറത്തിലങ്ങ് വളരും ആശാൻ. ഇപ്പോൾ ടെർമിനാലിയ വളരെ മനോഹരമാണ്. ഇതിൻ്റെ മുകളിലത്തെ ഭാഗം കണ്ടോ, ചുമന്ന ഇലകൾ വരും. അതാണ് പിന്നീട് പച്ച നിറമായിട്ട് മാറുന്നത്. ഇതിന് പ്രത്യേകിച്ചൊരു പരിചരണമൊന്നും ആവശ്യമില്ല. കീടരോഗങ്ങൾ അധികം ബാധിക്കത്തില്ല. ഇലകൾ തിന്നുന്ന പുഴു ഇടയ്ക്ക് വരാറുണ്ട്. അതിന് നമ്മൾ ഒന്നെങ്കിൽ കൈ കൊണ്ട് പിടിച്ച് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ പുഴുക്കളെ നിയന്ത്രിക്കുന്ന പെസ്റ്റിസൈഡ് ഉണ്ട്, അത് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതിയാവും.